Hello students, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ ടൈലർ ആൻഡ് മക്ലോറിൻസ് സീരീസ് ആണ്. ആദ്യം എന്താണ് ഒരു ടൈലർ സീരീസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ടൈലർ സീരീസ് ഈസ് ജനറേറ്റഡ് ബൈ എഫ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഈസ് ഫംഗ്ഷൻ എഫിൻ്റെ ടൈലർ സീരീസ് ആണ് നമ്മൾ എഴുതുന്നത്. അത് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഉള്ള ടൈലർ സീരീസ് ആണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? ടൈലർ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. ഈ എക്സ് നോട്ടിനെയാണ് സെൻറ്റർ ഓഫ് ദ സീരീസ് എന്ന് പറയുന്നത്, സീരീസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഈസ് ഡിഫൈൻഡ് ആസ് സിഗ്മ കെ ഈക്വൽ ടു 0 to infinity എഫ് റൈസ് ടു കെ ഓഫ് എക്സ് നോട്ട്. എഫ് റൈസ് ടു കെ ഓഫ് എക്സ് നോട്ട് കൊണ്ട് ഈ കെ കൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 1 ആവുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഡബിൾ ഡാഷ് ആവുമ്പോൾ ഇവിടെ ഡാഷ് വെച്ചിട്ടാണ് ആ ഡെറിവേറ്റീവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ കണ്ടാൽ അറിയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ്, എക്സെട്ര എക്സെട്ര. ഇത് n-1th ഡെറിവേറ്റീവ്, nth ഡെറിവേറ്റീവ്. ആ ഡെറിവേറ്റീവ് എത്രാമത്തെ ഡെറിവേറ്റീവ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എഫ് കെ ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ റൈസ് ടു കെ എന്നാണ് ടൈലർ സീരീസിൻ്റെ ഡെഫിനിഷൻ. അത് എക്സ്പാൻഡ് ചെയ്താൽ കെ ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട്, കെ ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് മൈനസ് എക്സ്, കെ ഈക്വൽ ടു 2 ആകുമ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സെട്ര. ദെൻ -1 ആകുമ്പോൾ അതുപോലെ nth കേസ് വരുമ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് എൻ ഓഫ് എക്സ് നോട്ട്. ഇതാണ് ടൈലർ സീരീസ് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് വരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഈ ടൈലർ സീരീസുമായിട്ട് ഇക്വേറ്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് അടുത്ത് പറയുന്ന കാര്യം. വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് എൻ ഓഫ് എക്സ് നോട്ട് എന്നുള്ള ടൈലർ സീരീസുമായിട്ട് എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യിക്കാം. എഫ് ഓഫ് എക്സിന് അത് ഇക്വാലൻ്റ് ആണ് എന്നാണ് നെക്സ്റ്റ് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അതിനൊരു പോളിനോമിയലാക്കി എഴുതിയാൽ, ഈ ടൈലർ സീരീസിനെ ഒരു പോളിനോമിയൽ ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പി എൻ ഓഫ് എക്സ് പോളിനോമിയലായിട്ട് എടുത്തു. പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു ദി സെയിം സീരീസ് തന്നെ, ടൈലർ സീരീസ് തന്നെ ഒരു പോളിനോമിയലായിട്ട് നമ്മൾ എഴുതുകയാണ്. പോളിനോമിയലായിട്ട് നമ്മൾ എഴുതുമ്പോൾ എക്സിറ്ററേറ്റ് കുറേ ടേംസ് നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ ആ nth ടേം വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. n ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയലായിട്ടാണ് എഴുതുന്നത്. n ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയലായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എ പ്ലസ് എക്സെട്ര എന്നുള്ള ഒരു ടേംസ് ഉണ്ടാവില്ല. nth ടേം വെച്ച് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും. ആ nth ഡിഗ്രിയിലുള്ള ആ ഒരു പോളിനോമിയലാണ് നമ്മൾ ടൈലേഴ്സ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ടൈലേഴ്സ് പോളിനോമിയൽ സീരീസ് ആവുമ്പോൾ പിന്നെയും കുറേ ടേംസും കൂടി ഉണ്ടാവും. പോളിനോമിയൽ ആവുമ്പോൾ നമ്മൾ nth ടേം വരെ എഴുതുന്നുള്ളൂ. ഓക്കെ, ടൈലർ സീരീസ് ആണെങ്കിൽ പ്ലസ് എക്സെട്ര എന്നും കൂടി എഴുതുക. ടൈലർ പോളിനോമിയലാണ് ചോദിച്ചിരിക്കണമെങ്കിൽ nth ടേം വരെ എഴുതിയാൽ മതിയാവും. മനസ്സിലായല്ലോ സീരീസും പോളിനോമിയലും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇഫ് വി ടേക്ക് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0, അതായത് സെൻറ്റർ ഓഫ് ദ സീരീസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ പോളിനോമിയൽ 0 ആണ് എങ്കിൽ, എക്സ് നോട്ടിൻ്റെ വാല്യൂ 0 ആണ് എങ്കിൽ, സെൻറ്റർ 0 ആണ് എങ്കിൽ, ദ എബവ് സീരീസ് ബിക്കംസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, എവിടെയൊക്കെ എക്സ് നോട്ട് ഉണ്ടോ അവിടെയൊക്കെ 0 വരും. അപ്പോൾ എഫ് ഓഫ് 0 പ്ലസ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 പ്ലസ് എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് നോട്ടൊക്കെ 0 ആയിപ്പോയി, എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 പ്ലസ് എക്സെട്ര പ്ലസ് n-1th ടേം ഉണ്ടാവും. nth ടേം വരുമ്പോൾ എക്സ് റൈസ് ടു n ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എഫ് റൈസ് ടു n ഓഫ് 0. എക്സ് നോട്ടുള്ളിടത്തൊക്കെ മറ്റേത് 0 ആയിപ്പോയി. അപ്പോൾ സീരീസ് ഇങ്ങനെ സിമ്പിളായിട്ട്, കുറച്ചും കൂടെ സിമ്പിളായില്ലേ ഇപ്പോൾ സീരീസ്, ഇങ്ങനൊരു സീരീസ് ആയിട്ട് മാറി. ഈ സീരീസിനെയാണ് നമ്മൾ മക്ലോറിൻ സീരീസ് എന്ന് പറയുന്നത്. മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ടൈലർ സീരീസ് പഠിച്ചാൽ മക്ലോറിൻ സീരീസ് പഠിക്കാൻ എളുപ്പമാണ്. കാരണം ടൈലർ സീരീസിൽ എക്സ് നോട്ടിൻ്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മക്ലോറിൻ സീരീസ് കിട്ടും. അപ്പോൾ അതാണ് ടൈലർ സീരീസും മക്ലോറിൻ സീരീസും തമ്മിലുള്ള ബന്ധം. ടൈലർ സീരീസിൽ ഒരു സെൻറ്റർ എക്സ് നോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് സീരീസിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. മക്ലോറിൻ സീരീസിൽ ആ സെൻറ്റർ എന്ന് പറയുന്ന എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് 0 ആയിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തത്. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി അതിൻ്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ ഇടയിലൊരു തിയറൊക്കെ പറയുന്നുണ്ട്. അത് വലിയ അത്യാവശ്യമില്ലാത്തതായതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം ഒന്ന് വായിച്ച് നോക്കുക. നോട്ടിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രോബ്ലം നോക്കാം നമുക്ക്.
expand log x in ascending powers of x minus 1 as for the term containing x minus 1 the whole raised to 4. Expand log x in ascending powers of x minus 1. x minus 1 powers ആയിട്ട് log x നെ expand ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ വരെ വേണം? up to the term containing x minus 1 whole raised to 4. x minus 1 whole raised to 4 എന്നുള്ള ഒരു ടേം വരെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എക്സ് മൈനസ് 1 പവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ലോഗ് എക്സിൻ്റെ ടൈലർ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനാണ്. ടൈലർ സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്സ് മൈനസ് 1 പവേഴ്സ് ആയിട്ട് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 1, അപ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ടാണ് ടൈലർ സീരീസിൽ നമുക്കുള്ളത് അല്ലേ. അപ്പോൾ എക്സ് നോട്ടിൻ്റെ പ്ലേസിൽ എന്താണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എക്സ് നോട്ടിൻ്റെ പ്ലേസിൽ അവിടെ 1 ആണ് വരുന്നത്. എക്സ് നോട്ടിൻ്റെ പ്ലേസിൽ 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ടേം വരെ ഉള്ള സീരീസ് കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൈലർ സീരീസ് യൂസ് ചെയ്താൽ വിത്ത് എ ഈക്വൽ ടു 1, എന്നോ അല്ലെങ്കിൽ എക്സ് നോട്ട് എന്നോ പറയാട്ടെ. ഈ എക്സ് നോട്ടിനെ തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിവിടെ വേണമെങ്കിൽ നോട്ട് എഴുതുമ്പോൾ എക്സ് നോട്ട് എന്ന് എഴുതിക്കോ. നിങ്ങൾ എക്സ് നോട്ടിലല്ലേ ഫോർമുല പഠിച്ചത്, അപ്പോൾ എക്സ് നോട്ടിൽ തന്നെ എഴുതിയാൽ മതിയാവും. വി ഹാവ് ടു യൂസ് ടൈലർ സീരീസ് വിത്ത് എക്സ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ ഫോർമുല എന്തായി മാറും? എക്സ് നോട്ട് ഈക്വൽ ടു 1 ആയിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു f of 1 plus x minus 1 into x minus 1 into f dash of 1 plus x minus 1 whole square by 2 factorial into f double dash of 1 plus 4 ടേം വരെ വേണ്ടേ? x minus 1 whole raised to 4 വരെ വേണ്ടേ? അപ്പോൾ നിങ്ങൾ ആ ബാക്കിയുള്ള ടേംസും കൂടി 2 ടേമും കൂടി ഇവിടെ എഴുതിയിട്ട് പ്ലസ് എക്സിട്ര ആണ് കേട്ടോ. അപ്പോൾ ഇത് കൂടി വരും x minus 1 whole cube by 3 factorial into f triple dash of 1 plus x minus 1 whole raised to 4 by 4 factorial into f fourth dash of 1. ഫോർത്ത് ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. നമുക്ക് എഫ് ഓഫ് 1 വേണം. അപ്പോൾ ലോഗ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 1 ബൈ എക്സ്. നമുക്ക് എഫ് ഡാഷ് ഓഫ് 1 വേണം. അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യുക, 1 കിട്ടും. നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 ആണ് കേട്ടോ ഇവിടെ എഴുതേണ്ടത്. ഇവിടെ 1 ആണ് എഴുതേണ്ടത്, തെറ്റി എഴുതിക്കുന്നതാണ്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ കറക്റ്റ് ചെയ്യാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്യുക. അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം, നമുക്കൊക്കെ 1 ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ പോലെ എഴുതിയാൽ മതി. ടേബിളല്ല, ഇങ്ങനെ വരയ്ക്കൊന്നും വേണ്ട. ഇങ്ങനെ ജസ്റ്റ് ഇവിടെ എഫ് ഡാഷ് എഫ് ഡബിൾ ഡാഷ് ആ വാല്യൂസ് എഴുതുക. ഇവിടെ കറസ്പോണ്ടിങ്ങിൽ ഏത് പോയിന്റിലാണോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അതിവിടെ നിരത്തി എഴുതി പോവുക. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ്, എഫ് ഫോർത്ത് ഡാഷ് ഓഫ് എക്സ്, അത് കംപ്ലീറ്റ് ഡെറിവേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എഴുതി പോകുന്നത്. ഇനി അതുപോലെ ഇവിടെ നമുക്ക് അതൊക്കെ 1 ഇവാലുവേറ്റ് ചെയ്ത വാല്യൂസ് ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ഈ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈ സീരീസ് നിങ്ങൾ നോട്ടിക്ക് എഴുതുമ്പോൾ 2 ടേമും കൂടി എഴുതിക്കോളൂ, കാരണം അപ് ടു 4th പവർ വരെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലോഗ് എക്സ് ഈക്വൽ ടു 0. അതാത് വാല്യൂസ്, ഈ വാല്യൂസ് എല്ലാം നമ്മളിപ്പോൾ ഇവിടെ തുടക്കത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാത് വാല്യൂസ് അതാതിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ അതിനൊന്ന് ഇപ്പോൾ ഇവിടെ ഒന്നുകൂടെ അതിനൊന്ന് ഇങ്ങനെ ഭംഗിയാക്കി എഴുതുക, അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി എഴുതുക, അത്രേ വേണ്ടൂ. ഇവിടെ നോക്കൂ, ഇവിടെ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു -1 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ മൈനസ് മാറും, ഇവിടുത്തെ പ്ലസ് മാറി മൈനസ് ആവും. ഈ ടൈമിൽ വരുമ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 into 3 ആണ്. അപ്പോൾ 2 into 3 ആയതുകൊണ്ട് ആ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി 3 മാത്രമേ ഉണ്ടാവുള്ളൂ. ചിഹ്നം പ്ലസ് തന്നെയായിരിക്കും. ഇനി ഇവിടെ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 into 2 into 3 into 4 ആണ്. അതിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ 2 into 3 6 ഇവിടെ ഉണ്ട്. ബാക്കി ക്യാൻസൽ ചെയ്ത് പോയിട്ട് 4 ആണ് ബാലൻസ് ഉണ്ടാവുക. ഇവിടുത്തെ ചിഹ്നം മാറും, ഇവിടെ മൈനസ് ആവും. അപ്പോൾ ആ രീതിയിൽ ഒന്ന് വെട്ടി ചെറുതാക്കി ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഭംഗിയാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ടൈലർ പോളിനോമിയൽ, ടൈലർ സീരീസ് വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എളുപ്പമല്ലേ? അതുപോലെ അടുത്തത് ഫൈൻഡ് ദ ടൈലർ സീരീസ് ആൻഡ് ടൈലർ പോളിനോമിയൽസ് generated by the exponential function f of x equal to e raised to x at a equal to 0. ഇവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ് നോട്ടിനെ തന്നെയാണ്. എക്സ് നോട്ട് തന്നെയാണ് എ തന്നെയാണ് എക്സ് നോട്ട്. ആ സെന്റർ എന്നുള്ളതുകൊണ്ടാണ് ആ ഉദ്ദേശിക്കുന്നത്. സെന്ററിന് നമുക്ക് എക്സ് നോട്ട് എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്. പ്രോബ്ലം വരുമ്പോൾ എയിൽ പറയുന്നുണ്ട്, എ എന്ന് പറഞ്ഞാൽ എക്സ് നോട്ടിന്റെ സെന്റർ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ ടൈലർ സീരീസ് ആൻഡ് ടൈലർ പോളിനോമിയൽ രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഈ റേസ് ടു എക്സിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. സെന്റർ നമുക്ക് 0 ആണ് പറഞ്ഞിരിക്കുന്നത്.
സെൻറ്റർ 0 ആകുമ്പോൾ ടൈലർ പോളിനോമിയലിന് നമ്മൾ എന്താ പറയുക? ആക്ച്വലി ഇത് മെക്ലോറിൻ സീരീസ് ആണ്. മെക്ലോറിൻ സീരീസും മെക്ലോറിൻ പോളിനോമിയലുമാണ് ചോദിച്ചിരിക്കുന്നത്. സെൻറ്റർ 0 ആയിട്ടുള്ള സീരീസിനെയും പോളിനോമിയലിനെയാണ് മെക്ലോറിൻ എന്ന് നമ്മൾ പറയാറ്. ഓക്കെ, അതിപ്പോൾ അവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, നമ്മളത് മനസ്സിലാക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ആണ്. എഫ് ഓഫ് 0 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇ റേസ് ടു 0 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1. എഫ് ഡാഷ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ്, അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 1. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ്, അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 1. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ്, അപ്പോൾ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 1. അങ്ങനെ എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്, ദാറ്റ് ഈസ് എഫ് എൻ ഓഫ് 0 ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. എല്ലാം ഡെറിവേറ്റീവ്സ് എല്ലാം സെയിം ആണല്ലോ, അപ്പോൾ പിന്നെ അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാനില്ല. ഇനി ജസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ദ ടൈലർ സീരീസ് ജനറേറ്റഡ് ബൈ എഫ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈസ്, ആദ്യം നമ്മുടെ സീരീസ് ഒന്ന് എഴുതുക. എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് മൈനസ് 0 പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര പ്ലസ് എഫ് എൻ ഓഫ് 0 ഉണ്ട് കേട്ടോ അവിടെ. എഫ് എൻ ഓഫ് 0 പോകുന്നുണ്ട് കേട്ടോ, അവിടെ വിട്ടുപോയതാണ്. എഫ് എൻ ഓഫ് 0 ഇൻറ്റു എക്സ് മൈനസ് 0 ദ ഹോൾ റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര പ്ലസ് എക്സ് റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ. ഇതാണ് ഈ റേസ് ടു എക്സിൻ്റെ കറസ്പോണ്ടിങ് സീരീസ് വരിക. ദസ് എബവ് സീരീസ് നോൺ ആസ് എക്സ്പോണൻഷ്യൽ സീരീസ്. നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാറുള്ളതാണ് സാധാരണ ഈ സീരീസ്, ഈ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ അതതിൻ്റെ ടൈലർ സീരീസ് ആണ് കേട്ടോ. വിത്ത് ദ സെൻറ്റർ എ ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു 0, അല്ലെങ്കിൽ അതിൻ്റെ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷനാണ് ഈ എഴുതിയിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാട്ട്. ഇത് നമുക്ക് പല പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. മെക്ലോറിൻ സീരീസിൻ്റെ ഡെഫിനേഷൻ ലേറ്റർ നമ്മൾ കാണും എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇത് മെക്ലോറിൻ സീരീസ് ആണ്, അപ്പോൾ അത് ഡെഫിനേഷനായിട്ട് ആദ്യം വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിവിടെ മെൻഷൻ ചെയ്യാത്തത്. പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ nth ടേം വരെ പോളിനോമിയൽ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അല്ലേ. അപ്പോൾ nth ടേം വരെ അവിടെ എഴുതിയാൽ മതി. പ്ലസ് എക്സിറ്റർ ഇടണ്ട. സീരീസ് ആകുമ്പോഴാണ് പ്ലസ് എക്സിറ്റർ ഇടേണ്ടത്. പോളിനോമിയൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോളിനോമിയൽ ഓഫ് ഓർഡർ n ആണ് ചോദിക്കുക. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ nth ടേം വരെ അവിടെ എഴുതിയാൽ മതിയാവും. പ്ലസ് എക്സിറ്റർ ആണെന്ന് വേണ്ട, ബാക്കിയെല്ലാം സെയിം തന്നെ. എളുപ്പമല്ലേ പ്രോബ്ലം ചെയ്യാനായിട്ട്? ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ടൈലർ സീരീസ് ആൻഡ് ടൈലർ പോളിനോമിയൽസ് ജനറേറ്റഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ആക്ച്വലി ഇതും മെക്ലോറിൻ തന്നെയാണ്, കാരണം സെൻറ്റർ 0 ആണ്. എക്സ് എന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സ് ആയാലും എക്സ് നോട്ട് ആയാലും എന്തായാലും നമുക്ക് സെയിം തന്നെ. ഓക്കെ, എന്ന് തരാറുണ്ട് അല്ലേ ചില പ്രോബ്ലത്തിൽ. എന്തായാലും ആ സെൻറ്റർ ആണ് അവിടെ തന്നിരിക്കുന്ന പോയിന്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് കോസ് എക്സ്, എഫ് ഓഫ് 0 കോസ് 0 1 കിട്ടും. ഡെറിവേറ്റീവ് കാണാം, വാല്യൂ കാണാം. ഇവിടെ ഡെറിവേറ്റീവ് കാണാം, വാല്യൂ കാണാം. ഞാൻ ഇത് പ്രത്യേകം എടുത്തെടുത്ത് പറയണ്ട, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ, പിന്നെന്താ ഇവർ ചെയ്തേക്കുന്നത്? F2n ഓഫ് 0 മൈനസ് 1 ഹോൾ റേസ് ടു n, F2n പ്ലസ് 1 ഓഫ് 0 0. ഇത് നോക്കി, ഇതിൽ ആ വാല്യൂസ് ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് nth ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നോക്കി, ഫസ്റ്റിന് 1, സെക്കൻഡിന് 0, തേർഡിന് -1, ഫോർത്തിന് 0. അപ്പോൾ ഈവൻ പവേഴ്സ് വരുമ്പോൾ എല്ലാം 0 ആണ്. ഓഡ് പവേഴ്സ് വരുമ്പോൾ പ്ലസും മൈനസും മാറി മാറി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കി നോക്കിയേ, F2n ഓഫ് 0 ഈക്വൽ ടു F2n പ്ലസ് 1 ഓഫ് 0 ഈക്വൽ ടു 0. ഇവിടുത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവിന് 0, സെക്കൻഡ് ഫംഗ്ഷൻ്റെ നോക്കണ്ട കേട്ടോ. ഫസ്റ്റ് ഡെറിവേറ്റീവിന് 0, സെക്കൻഡ് ഡെറിവേറ്റീവിന് -1, തേർഡ് ഡെറിവേറ്റീവിന് 0, ഫോർത്ത് ഡെറിവേറ്റീവിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരും. ഓക്കെ, ആ രീതിയിലാണ് പോകുന്നത്. -1 ഇവിടെ ഫോർത്ത് ഡെറിവേറ്റീവ് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ -1 ആണോ +1 ആണോ എന്നുള്ളത് നോക്കേണ്ടി വരും. എന്താ വരിക? സൈൻ എക്സ് അല്ലേ വരിക. സൈൻ എക്സ് വരുമ്പോൾ മൈനസ് കോസ് എക്സ് അല്ല കോസ് എക്സ് വരും. കോസ് എക്സ് വരുമ്പോൾ വീണ്ടും 1 വരും. അപ്പോൾ -1 +1 എന്ന് ഓൾട്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ 0 0 0 ഓൾട്ടർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ nth പവർ എടുക്കുമ്പോൾ ഈവൻ പവർ വരുമ്പോൾ -1 ഹോൾ റേസ് ടു n ഉം -1 +1 എന്ന് ഓൾട്ടർ ചെയ്യുന്നതുകൊണ്ട് -1 ഹോൾ റേസ് ടു n ഉം ഓഡ് പവേഴ്സ് ഡെറിവേറ്റീവ് വരുമ്പോൾ വാല്യൂ 0 ആണ് വരുന്നത്. ആ രീതിയിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. nth കേസ് ഡയറക്റ്റ് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ രീതിയിലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോളിനോമിയൽ അല്ല സീരീസ് എടുത്തിട്ട് പോളിനോമിയൽ സീരീസും ചോദിച്ചിട്ടുണ്ട്. ആദ്യം പോളിനോമിയലാണ് എഴുതിയിരിക്കുന്നത്, അല്ല സീരീസാണ് എഴുതിയിരിക്കുന്നത്. ആ സീരീസിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി. അതിലിപ്പോൾ നോക്കി ഈവൻ പവർ ആണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പവർ വേണമെങ്കിലും കാണിക്കാം കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല.
പിന്നെ ഇതിൻ്റെ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ പ്ലസ് എക്സിട്ര ഇല്ല, അതുവരെ മാത്രം എഴുതിയാൽ മതിയാവും. അപ്പോൾ ഈവൻ പവറിലാണല്ലോ 1 - 1 എങ്കിലും വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഈവൻ പവർ കാണിച്ചത്. ഓഡ് പവർ ആണെങ്കിൽ പിന്നെ അത് 0 ആണല്ലോ, അപ്പോൾ ഒന്നും കാണിക്കാനില്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഈവൻ പവർ കാണിച്ചത് കേട്ടോ.